മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി ഇറങ്ങിയപ്പോൾ തെരുവുനായയുടെ ശല്യം കുറഞ്ഞെന്ന് കുറുക്കോളി മൊയ്തീൻ. നവകേരള സദസ്സിനിടെ തെരുവുനായ ശല്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രത്തിൽ കണ്ടില്ല. മൊയ്തീന്റെ പ്രസ്താവന സഭാരേഖകളിൽ നിന്നും പിൻവലിക്കണമെന്ന് പി ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും LDF നേതാക്കളെയും അപമാനിക്കുന്നതാണ് പരാമർശമെന്നും ചിത്തരഞ്ജൻ. ആദ്യം വാക്കുകളിലേക്ക്. വാക്കുകളിലേക്ക് പിന്നീട് പോകാം. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇത്തരം ഒരു പ്രസ്താവന അത് പരിഹാസരൂപേണയാണോ ഒരംഗം ഉന്നയിച്ചത്? അതിനേക്കാളുപരി അത് അല്പം കടുത്തുപോയി എന്ന് എതിർഭാഗത്ത് നിന്നും ഭരണപക്ഷ ബെഞ്ചിൽ നിന്നൊക്കെയാണോ വിമർശനങ്ങൾ വന്നത്? ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചയിലാണ് ഈ പരാമർശം ഉയർന്നു വന്നത്. കുറുക്കോളി മൊയ്തീനാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് MLA-മാരെ ആരെയും UDF MLA-മാരെ ആരെയും കണ്ടില്ല എന്നൊരു വിമർശനം അതിന് തൊട്ടു മുൻപ് സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞിരുന്നു. അതിന് മറുപടിയായാണ് കുറുക്കോളി മൊയ്തീൻ ഈ വിഷയം പറഞ്ഞത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാട് നീളം നടന്ന സമയത്ത് നാട്ടിൽ തെരുവ് നായ്ക്കളെ കണ്ടില്ല, അതുമാത്രമാണ് ഒരു ഗുണമുണ്ടായത് എന്നൊരു പരാമർശമാണ് നടത്തിയത്. ആ സമയത്തെ പത്രവാർത്തകളിലൊന്നും തന്നെ തെരുവുനായ ആക്രമണത്തെ സംബന്ധിച്ച വാർത്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം കൂടി ഈ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു വെച്ചു. പിന്നീട് സംസാരിച്ച CK ആശ അടക്കമുള്ളവർ വലിയ വിമർശനമാണ് അതിൻ്റെ ഉന്നയിച്ചത്. വലിയ തോതിലുള്ള പ്രതിപക്ഷ ബഹളവും ഉണ്ടായി. ഭരണപക്ഷത്തു നിന്നും വലിയ ബഹളവും ഉണ്ടായി. പി ചിത്തരഞ്ജൻ ഈ പരാമർശം സഭാരേഖകൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനുശേഷം ആ ഒരു വിവാദ പരാമർശം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പോൾ അത്തരത്തിലൊരു പരാമർശം കൂടി ഉണ്ടായിരിക്കുന്നു. അത് MM മണിയുടെ ഭാഗത്തു നിന്നുമാണ്. അതായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോദിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണ് ഇത്രയും കാലം ഈ പറയുന്ന ഗവർണർമാരെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചിരുന്നത് എന്നൊരു പരാമർശം കൂടി നടത്തി. അല്പസമയങ്ങൾക്ക് മുൻപാണ് പരാമർശം ഉണ്ടായത്. വലിയ തോതിലുള്ള പ്രതിപക്ഷ ബഹളം സഭയിലുണ്ടായി. ഈ പ്രസ്താവന സഭാരേഖകൾ നീക്കം ചെയ്യണമെന്നും മ്ലേച്ഛകരമായ പരാമർശമാണ് നടത്തിയത് എന്നൊരു വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. എന്തായാലും പരിശോധിക്കാം എന്നുള്ളതാണ് ആ വിഷയത്തിൽ ആ സമയത്ത് ചെയറിലുണ്ടായിരുന്ന നെന്മാറ MLA K ബാബു പറഞ്ഞത്. ഈ രണ്ട് വിഷയങ്ങൾ വലിയ തോതിൽ ഇന്ന് സഭയിൽ ബഹളത്തിന് വഴിവെച്ചു. അത് ഈ പറയുന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള ചർച്ചയിലായിരുന്നു ഈ പരാമർശങ്ങൾ ഉയർന്നു വന്നതും ബഹളമുണ്ടായതും. പ്രതീഷ്, ശരി, തുടരുക. എന്തായാലും നമുക്ക് പ്രതികരണം ഉടൻ തന്നെ സഭയിൽ വലിയ വാക്പോരിലേക്കൊക്കെ എത്തിച്ചു. കാരണം MM മണി അദ്ദേഹത്തിൻ്റെ പതിവ് ശൈലിയൊക്കെ വെച്ചാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പലപ്പോഴായി. ഇത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒന്നുമല്ല, പൊതുവേദിയിലായാലും സഭയ്ക്കുള്ളിൽ പോലും ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ അമൽ പറയുമ്പോൾ അല്പം കടുത്ത ഭാഷ, അതും വളരെ മോശാവസ്ഥയിലുള്ളൊരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം വന്നത്? ഒപ്പം കുറുക്കോളി മൊയ്തീൻ്റെ വാക്കുകളെയും എങ്ങനെയാണ് സഭ സ്വീകരിച്ചത്? രണ്ട് പക്ഷത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറുക്കോളി മൊയ്തീൻ ഈ പരാമർശം നടത്തിയപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം നടത്തിയ ഭരണപക്ഷത്തു നിന്ന് തന്നെ തൊട്ടടുത്ത പ്രസംഗത്തിൽ തന്നെ അത്തരത്തിലൊരു പരാമർശം ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ആണ് ഇതിനു മുൻപുണ്ടായിരുന്ന ഗവർണർമാരെ കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചിരുന്നത് എന്നൊരു പരാമർശമാണ് നടത്തിയത്. ബഹളമുണ്ടായി. അതിനുശേഷം ഈ സഭയിലെ വാക്കുകളെന്ന് കേൾക്കാം. മന്ത്രിമാരെല്ലാവരും കൂടി തെരുവിലേക്ക് ഇറങ്ങിയത് ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെ നിങ്ങളതിന് നവകേരള സദസ്സ് എന്ന് പേരിട്ടു. ആകെ നിങ്ങൾ നാട്ടിൽ ചുറ്റി നടന്നു. ഒരു ചെറിയൊരു ആനുകൂല്യം കിട്ടി. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി മന്ത്രിമാരെല്ലാം കൂടി ഇറങ്ങിയപ്പോൾ 1.5 മാസക്കാലം തെരുവുനായൻ്റെ ശല്യമൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല. അങ്ങനെ ഒരു ആശ്വാസം കിട്ടി എന്നല്ലാതെ നിങ്ങളുടെ ഈ തെരുവ് നാടകം കൊണ്ട് എന്താണ് കേരളത്തിന് നേട്ടമുണ്ടായത്? ചിത്രജന്റെ വാക്കുകൾ കൂടി കേൾക്കാം. തിരിച്ചടിക്കുന്ന സഭയിൽ ചേരാത്ത നിലയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. തെരുവ് പട്ടികൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. സാർ, മന്ത്രിമാരെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും LDF-രെ കുറിച്ചും ആ വാക്കാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത്. സഭാരേഖയിലുണ്ടായിരുന്നു സാർ. സഭയിലെ രംഗങ്ങളാണ് കണ്ടത്.